നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുന്നു. പീഡനക്കേസ് ഒത്തുതീർപ്പാക്കാൻ അനധികൃതമായി ഇടപെട്ട മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കില്ല. മുഖ്യമന്ത്രിയെ കണ്ട് ശശീന്ദ്രൻ ഇന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. രാജി വേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതേ അഭിപ്രായത്തിനാണ് സിപിഎമ്മിലും മുൻതൂക്കം. എൻസിപിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വവും എ കെ ശശീന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശശീന്ദ്രൻ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ പരാതിക്കാരിയുടെ അച്ഛൻ, അതുപോലെ തന്നെ ശ്രീ മാത്യൂസ് ജോർജ്. അദ്ദേഹം എൻസിപിയുടെ നേതാവാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. വീണ എസ് നായർ കോൺഗ്രസ് നേതാവ്, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ടി പി സിന്ധുമോൾ ബിജെപിയുടെ നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീമതി ടി പി സിന്ധുമോൾ, ബിജെപി ഉൾപ്പെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നീക്കമോ കൂടി സംശയിക്കുന്നുണ്ട് എൻസിപി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ മന്ത്രിക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഈ കാര്യത്തിൽ ഇങ്ങനൊരു വിവാദമുണ്ടായതിൽ ബിജെപിയുടെ റോൾ എന്താണ്? ശ്രീമതി സിന്ധുമോൾ കേൾക്കാമോ? ഇല്ല. ശ്രീ റെജി ലൂക്കോസിലേക്ക് ആദ്യം. ശ്രീ റെജി ലൂക്കോസ്, എന്തുകൊണ്ട് എ കെ ശശീന്ദ്രൻ രാജിവെക്കുന്നില്ല? അദ്ദേഹം സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. നിയമം വഴി സ്ഥാപിതമായ ഭരണഘടനയോടുള്ള കൂറ് പ്രഖ്യാപിച്ചാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പോലീസിലുള്ള ഒരു സ്ത്രീ പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ ഇരകളോട് സംസാരിക്കുകയും നല്ല നിലയിൽ തീർക്കണം, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുകയും ഒക്കെ ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിരോധം ബാക്കിയുണ്ടോ? അദ്ദേഹത്തെ സിപിഎമ്മും എൻസിപിയും LDF ആകെയും സംരക്ഷിക്കുന്നത് എന്തിനാണ്? അല്ല, അഭിലാഷേ, ഇതിലൊരു ഗൂഢാലോചന വളരെ വ്യക്തമായിട്ട് തന്നെ കേരളത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇന്നലെ ഇന്നുമായിട്ട്. അതായത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഏതാണ്ട് ഒരു 10-12 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു, 2 മാസത്തിനുള്ളിൽ ഒരു മന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇതാ ഇവിടെ ഒരു ബിജെപി പ്രവർത്തക, അദ്ദേഹത്തെ അവരുടെ അച്ഛൻ എൻസിപിയുടെ നേതാവും അതുപോലെ തന്നെ ഇപ്പൊ പ്രതിപക്ഷത്ത് പ്രതിയായി നിൽക്കുന്ന ബിജെപിയുടെ നേതാവും വർഷങ്ങളായിട്ട് തന്നെ നേരിൽ പരിചയവും പരസ്പരം അറിയാവുന്നവരുമായ ആ പെൺകുട്ടി അവിടെ അതിനൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. പുറത്തു വന്നിട്ട് അവര് ഇന്നലെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തൊരു ചർച്ചയിൽ പറഞ്ഞത്, എനിക്ക് ഇതിനകത്ത് ഒരു പരാതിയില്ലായിരുന്നു, എന്റെ അച്ഛന്റെ പ്രായമുള്ള എന്നോട് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമായിരുന്നു, എനിക്ക് യാതൊരു പരാതിയില്ലെന്ന് 1 മാസം വരെ മനസ്സിൽ സൂക്ഷിച്ച പെൺകുട്ടി 1 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതായത് മാർച്ച് 6-ാം തീയതിയാണ് ഈ സംഭവം എന്നാണ് അവർ പറയുന്നത്. 1 മാസങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിലൂടെ എന്തോ പ്രതികരണം വന്നതിന്റെ പേരിൽ അവർ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ കേവല ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്യാം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടു എന്നുള്ളതാണ്. ഈ കേസ് എന്തുമാകട്ടെ, അതിൽ ഇങ്ങനെ ഇടപെട്ട് നല്ല നിലയിൽ തീർപ്പാക്കണം എന്ന് പറയാൻ പാടില്ലല്ലോ മന്ത്രി എ കെ ശശീന്ദ്രൻ. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള ഈ ഇടപെടലിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. ആ കേസ് എങ്ങനെ ഉണ്ടായെന്നോ ആ കേസിന്റെ ശരിതെറ്റുകൾ എന്താണെന്നോ അല്ല. അല്ല, അതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മിനിസ്റ്ററാണ്. ആ മിനിസ്റ്ററെ ഒരു ഗൂഢാലോചനയുടെ പേരിൽ ബിജെപി മെനഞ്ഞ ഒരു കഥയുടെ പേരിൽ ആ മിനിസ്റ്റർ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ബോധ്യം വന്നപ്പോൾ പാർട്ടികൾ തമ്മിലുള്ള അകൽച്ച അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ അണികൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഈ കേസ് രമ്യമായിട്ട് പരിഹരിക്കണം എന്ന് പറയുന്നതിനകത്ത് എവിടെയാണ് അദ്ദേഹം ഒരു ഭീഷണിയുടെ സ്വരം ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് നല്ല നിലയിൽ തീർക്കണം എന്ന് പറഞ്ഞത് കെ സുരേന്ദ്രന്റെ പ്രേരണയാലാണോ? കെ സുരേന്ദ്രനും ബിജെപിയും ഗൂഢാലോചന നടത്തി എ കെ ശശീന്ദ്രനെ കൊണ്ട് അങ്ങനെ പറയിച്ചതാണോ അദ്ദേഹത്തെ 90 ദിവസത്തിനകം രാജിവെപ്പിക്കാൻ? അല്ല, അത് അങ്ങനെ ഒരു വ്യാഖ്യാനം ഇതിനകത്ത് കൊടുക്കുന്നത്. ഞാൻ സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലല്ല, ഞാൻ പറയട്ടെ അഭിലാഷ, പ്ലീസ്, ഞാൻ പറയട്ടെ, എനിക്കതിന് പറയാനുള്ള വ്യക്തമായ മറുപടി ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണ്ണക്കടത്ത് കേസ് വെളിയിൽ വന്നതിന്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ, സ്വർണം പുറത്തു കൊടുക്കുമ്പോൾ കസ്റ്റംസിനെ സ്വാധീനിക്കാൻ ഒരു ഫോൺ കോൾ പോയി എന്ന് പറഞ്ഞ
ഈ പറയുന്ന കെ സുരേന്ദ്രനെ സംബന്ധിച്ചോളം അതിന്റെ ഒരു ആവർത്തനമായിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റുന്നു. കേരളം ഇതിനൊക്കെ കാതോർത്തതാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അത് അഭിലാഷ് നമ്മളൊക്കെ ചർച്ചകൾ ഇരുന്നിട്ടുണ്ട്. ഞാനിപ്പോ എ കെ ശശീന്ദ്രനെ ന്യായീകരിക്കാനായിട്ടല്ല ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. എ കെ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് യുക്തിഭദ്രമായ രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിലൊരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തെ എല്ലാ പ്രവർത്തകരും അങ്ങനെ എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ കേസ് അതല്ല. ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഞാനൊരു ചാനലിൽ ചർച്ച കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആ ചാനലിൽ ഈ കുട്ടി ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞുമായിട്ട് വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാ. 3 തവണ കേസ് മൊഴിയെടുക്കാനായിട്ട് പോലീസ് സമയം ചോദിച്ചു, അനുവദിച്ചില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് ചോദിച്ചു പോട്ടെ, അസമയം ആയതുകൊണ്ട് അവർ പോയില്ല. ഇന്ന് അവിടെ വനിതാ പോലീസ് സഹിതം പോയി. ഈ കുട്ടി പറയുന്നു ഞാനിത് കണ്ടിരുന്നു പോലീസ് വരുന്നത്, ഞാൻ മാറി നിൽക്കുമായിരുന്നത്. എന്തിനാണ് ആ പോലീസിന് മുമ്പിൽ മൊഴി കൊടുക്കാതിരുന്നത്? അപ്പോൾ തന്നെ ഇതിനകത്ത് എന്തൊക്കെ നാടകം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ല. ഇത് പച്ച വെളിച്ചം പോലെ കേരളത്തിലെ ആൾക്കാർക്ക് അറിയാവുന്നതല്ലേ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിൽ നാടകമുണ്ട് എന്ന് തന്നെ കരുതുക. താങ്കൾ പറഞ്ഞ ആ വാദത്തെ ഞാൻ എടുത്താൽ പോലും ഇതിൽ നാടകമുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി പോയി അതിന് തലവെച്ചു കൊടുക്കുന്നത്? ഒരു മന്ത്രിയെ സംബന്ധിച്ച് കേസ് ഏതുമാകട്ടെ, ഇതുപോലെ ഒരു കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഇടപെടാൻ പാടില്ല എന്നറിയാത്ത ആളാണോ മന്ത്രി? ഒരു പരാതി വന്നാൽ, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നാൽ അതിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താതെ മന്ത്രി വിളിച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ തീർക്കുക എന്നുള്ളതാണോ ഇടതുപക്ഷത്തിന്റെ നയം? അങ്ങനെയാണോ സ്ത്രീപീഡന കേസുകളിലെ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും LDF സർക്കാരിന്റെയും കാഴ്ചപ്പാട്? സ്ത്രീപീഡനം കേസാണെങ്കിൽ ഒരിക്കലും ഒരു മന്ത്രി ഫോൺ ചെയ്യാൻ പോലും പാടില്ല, ഒരു അഭിപ്രായം പോലും പറയാൻ പാടില്ല. അതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരുമാണ് ഈ കേരളത്തിലുള്ളത്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. എന്തിനാണ് ഇത്തരം വാക്കുകൾ മാത്രം ആവർത്തിച്ചിങ്ങനെ പറഞ്ഞ് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത്? അദ്ദേഹം ഒരു സ്ത്രീപീഡന കേസിന്റെ ഒത്തുതീർപ്പിനല്ല അവരെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരിക്കാം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നം. അതിങ്ങനെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പരാതിക്കാരിയുടെ അച്ഛനോട് മന്ത്രി അത് പറയണ്ടേ? നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യം, ഇത് മറ്റു ചില തർക്കങ്ങളാണെന്ന് പറയണ്ടേ? ഇപ്പോ ആ പരാതിക്കാരിയുടെ അച്ഛൻ മന്ത്രിയോട് ചോദിക്കുകയാണ്, സാറ് പറയുന്നത് ഗംഗാ ഹോട്ടൽ മുതലാളി പത്മാകരൻ എന്റെ മകളെ കൈക്ക് പിടിച്ച വിഷയമാണോ? അപ്പൊ മന്ത്രി പറയുന്നു അതെ അത് തന്നെ, അത് നല്ല നിലയിൽ തീർക്കണം. അപ്പോ എന്റെ മോളെ കയറി പിടിച്ച വിഷയം ഞാൻ ഒത്തുതീർപ്പാക്കണമെന്നാണോ? അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്ന വിഷയം? അപ്പൊ മന്ത്രി പറഞ്ഞു അത് തന്നെ അത് ഞാൻ അറിഞ്ഞു, അത് നല്ല നിലയിൽ തീർക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അത് നല്ല നിലയിൽ തീർക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിപ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് അറിയാതെ പോയി വന്നതോ അതല്ലെങ്കിൽ വേറെ ഏതോ വിഷയമാണെന്ന് തെറ്റിദ്ധരിച്ചു വന്നതോ ഒന്നും അല്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലല്ലോ സംഭവം എന്ന് മന്ത്രി തിരിച്ചു പറയണമായിരുന്നു. അല്ല അഭിലാഷ്, വളരെ വ്യക്തമല്ല. അഭിലാഷിന്റെ ചോദ്യം വ്യക്തമാണ്, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ഓഡിയോ, ആ ശബ്ദരേഖ നമ്മളെല്ലാം ആവർത്തിച്ച് കേട്ടതാ. അതിനകത്ത് അദ്ദേഹത്തിന്റെ തുടക്കം എന്താ? പാർട്ടിക്കുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്താണ് പ്രശ്നം? അപ്പോഴാണ് ഈ പിതാവ് പറയുന്നത് എന്റെ മകളുടെ കയ്യെ കയറി പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് അല്ല അഭിലാഷ്, എന്നെ ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും. കാരണം ഇതൊരു വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമല്ലേ. ഇവിടെ ശശീന്ദ്രൻ ന്യായീകരിക്കാനായിട്ടല്ല ഞങ്ങളാരും വന്നിരിക്കുന്നത്. അത് ആദ്യം തന്നെ പറയാം, ഒരു ചർച്ചയിൽ ന്യായീകരിച്ചിട്ടില്ല. പക്ഷേ വളരെ കൃത്യമായി അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ നിന്ന് വന്നിരിക്കുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം യൂട്യൂബിൽ കിട്ടും. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ആ കുട്ടി ആ ചർച്ചയിൽ പറഞ്ഞതാണ്, എന്നെ എന്നും കാണുന്ന ഒരാള്, പ്രായമുള്ള ഒരാള്, എന്റെ അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന ആള്, ഞാൻ അവിടെ ചെന്ന് എന്നോട് സംസാരിച്ചപ്പം അത് എന്റെ കയ്യെ കയറി പിടിച്ചു, ഞാൻ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്ന ഒരു ആ കുട്ടി പറഞ്ഞു, അച്ഛനും പിന്നെ ആംഗ്ലയും കൂടെ ഇല്ലായിരുന്നു എന്നും പറഞ്ഞു. ഇതൊക്കെ ഇന്നലത്തെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ കാണിക്കാം. അങ്ങനെ പറയുന്ന ആ കുട്ടി ഇന്ന് പറയുന്നത് എന്താണ്? അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു സ്ത്രീപീഡനമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഫോണിലൂടെ സംസാരങ്ങൾ നിർത്തി. അദ്ദേഹത്തിന് ഇത് അറിയുന്നില്ലായിരുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഒരു മന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇതുപോലെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തോട് ആവർത്തിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്റെ മകളെ കയറി പിടിച്ച കേസല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം അതെ അത് തന്നെ, ഇതെനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്നിട്ട് അത് അറിയാതെയാണ് വിളിച്ചതെന്ന് പറയുന്നതിന് വല്ല യുക്തിയുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? നമ്മളൊക്കെ കേട്ടതല്ലേ ആ ശബ്ദരേഖ? അല്ല, ഞാനാ സംബന്ധിച്ചുകൊണ്ട് തന്നെ ചർച്ചയിലിരിക്കുന്നത് ആ തീർച്ചയായിട്ടും അഭിലാഷേ, അത് നമ്മൾ കേട്ടതാണ്, അതെനിക്കറിയാം. അത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ഈ മന്ത്രി പറഞ്ഞെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് സ്ത്രീപീഡനം എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് മാറ്റിയെന്നുള്ളവരും ആ മനുഷ്യൻ ആ നിമിഷമാണ് അറിയുന്നത്. അന്നേരം അദ്ദേഹം അവിടെ ഫോൺ വെച്ചു, നിങ്ങളത് രമ്യമായി പരിഹരിക്കൂ. ഒത്തുതീർക്കാൻ പറഞ്ഞിട്ടില്ല, ഒത്തുതീർപ്പിന് പറഞ്ഞിട്ടില്ല. ഇത് ലക്ഷ്യം NCP ഒന്നും അല്ല.
ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ, രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു തരത്തിലും ആക്രമിക്കാൻ കേസ് എങ്ങനെ തീർക്കണമെന്നാണ് സാറ് പറയുന്നത് എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ. അത് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ബാക്കി പിന്നെ പറയാം, ഇതൊന്നും അങ്ങനെ ഫോണിൽ കൂടി സംസാരിക്കേണ്ട കാര്യങ്ങളല്ല എന്നും പറയുന്നുണ്ട്. മന്ത്രിയുടെ ശബ്ദരേഖ കേട്ട ആളുകൾക്കൊക്കെ അദ്ദേഹം എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്നും എന്താണ് സംസാരിക്കുന്നതെന്നും ഒക്കെ വ്യക്തമാണ്. ഈ കാര്യത്തിൽ മന്ത്രിക്ക് പറ്റിയിട്ടുള്ള പിഴവ്, അദ്ദേഹം ഇങ്ങനെയൊരു കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടു എന്നുള്ളതാണ്. ആ കേസിന്റെ മെറിറ്റ് എന്താണെന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. കേസ് എന്തുമാകട്ടെ, ഒരു പരാതി വന്നാൽ ആ പരാതി അതിന്റെ സ്വഭാവം അനുസരിച്ച് ഒത്തുതീർപ്പാക്കാൻ ഒരു മന്ത്രി ഇടപെടുന്നതിന്റെ അനൌചിത്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് നമ്മുടെ വിഷയം, അല്ലാതെ ആ കേസിന്റെ മെറിറ്റ് അല്ല. അല്ല, പ്രതിപക്ഷത്തിന് അങ്ങനെ എന്തെല്ലാം പറയും. ഒന്നിൽ കൂടുതൽ സ്ത്രീകള് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും നിരവധി തവണ കേസ് കൊടുത്തിട്ടും പരസ്യമായിട്ട് മൊഴി കൊടുത്തിട്ടും രാജിവെക്കാത്തിന് മുഖ്യമന്ത്രിയുള്ള യു.ഡി.എഫിന്റെ ഈ പ്രതിപക്ഷത്തിന്റെ കേരളത്തിലാണോ ഈ പറയുന്ന നിരപരാധിയായ ഒരു മന്ത്രിനെ ബി.ജെ.പിയുടെ മൂശയിൽ വാർത്തെടുത്തിരിക്കുന്ന ഒരു കള്ളക്കഥ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ കക്ഷി ഏറ്റുപിടിച്ചതിന്റെ പേരിൽ രാജിവെക്കണം എന്ന് പറയുന്നത് ഇത് പകൽ പോലെ വെളിച്ചമല്ലേ അഭിലാഷ? ഇതിന് വലിയ രീതിയിലുള്ള നിഗമനത്തിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ വ്യക്തം. ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന ചാനലുകളിൽ പറഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യങ്ങള് അഭിലാഷ് ഒന്ന് പെൺകുട്ടി പറയുന്ന കാര്യത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തു നിന്നുള്ള വാദം. ജസ്റ്റിഫൈ ചെയ്യുന്നത് അല്ലാതെ അങ്ങനെ വെള്ളം. ശരി, ഓക്കെ. അഡ്വക്കേറ്റ് വീണ എസ് നായർ, ഈ പരാതിക്കാരി ഇതുവരെ പോലീസിന് മൊഴി കൊടുക്കാൻ സന്നദ്ധയായിട്ടില്ല. പോലീസ് പറയുന്നത് ജൂൺ 28-ാം തീയതി കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ അതിനുശേഷം മൊഴിയെടുക്കാൻ അവർ വിളിപ്പിച്ചിരുന്നു, പക്ഷെ വന്നില്ല. CCTV പരിശോധിക്കണം എന്ന കാര്യം പോലീസ് അങ്ങോട്ട് പറഞ്ഞിരുന്നു, പക്ഷെ അത് ആ ഇരയ്ക്ക് അല്ലെങ്കിൽ പരാതിക്കാരിക്ക് സ്വീകാര്യമായിരുന്നില്ല. അതിനുശേഷം ഇന്നലെ പോലീസ് ഇവരെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു, കാണുന്നില്ല. ഇങ്ങനെ പോലീസിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജനുവിനായ പരാതിയാണെങ്കിൽ അത് നല്ലതാണോ താങ്കളൊരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ? തീർച്ചയായും ഞാൻ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഇത്രയും സമയം ഇവിടെ നടന്ന ചർച്ച കേട്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മന്ത്രി വിളിച്ചത് ആരെയാണ് എന്നും എന്തൊക്കെയാണ് പറഞ്ഞതെന്നും അവരുടെ ആ കോൺവെർസേഷൻ എന്തായിരുന്നു എന്നുള്ളതും കേരള സമൂഹത്തിന് മുഴുവൻ മനസ്സിലായി. പക്ഷെ അത് ഇപ്പോഴും മനസ്സിലാകാത്തത് ഇത് സംസാരിച്ച മന്ത്രിക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും NCPക്കും LDFനുമാണ് എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു വെച്ചുകൊള്ളട്ടെ. കാരണം കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കൊക്കെ ആ ഓഡിയോ ക്ലിപ്പ് ഇന്നലെ ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ ടിവിയിൽ ആ വാർത്ത കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒരാളാണ് ഞാൻ. സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മലയാളികൾക്കും എന്താണ് അവിടെ സംസാരിച്ചതെന്നും ഏത് തരത്തിലുള്ള ഇടപെടലിനുള്ള ശ്രമമാണ് നടത്തിയതെന്നും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത് ഇവർക്ക് മാത്രം മനസ്സിലായില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ വിഷയം, കഴിഞ്ഞ ദിവസം മുതൽ ഈ പെൺകുട്ടിയെ, ഇപ്പൊ ഇരയായ പെൺകുട്ടിയെ പലതരത്തിലും ഒരു മോശക്കാരിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം പല ചർച്ചകളിലൊക്കെ ഞാൻ അടക്കമിരുന്ന ചർച്ചയിൽ ഈ NCPയുടെ വക്താക്കളായിട്ടൊക്കെ വരുന്നവർ പലരും പറയുന്നത് കേൾക്കാനിടയായി. അപ്പോൾ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റിക്കൊണ്ട്, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട്, ഇതിൽ രാഷ്ട്രീയം കലർത്തി, ഇത് രാഷ്ട്രീയമാണ് ഈ വിഷയമെന്ന് വരുത്തി ഇതിനെ വേറൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്ന് കാര്യത്തെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം ഇന്നലെ ഈ വാർത്ത പുറത്ത് വന്നപ്പോൾ തൊട്ട് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചു. ഇനി ഈ പെൺകുട്ടി 28-ാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ സമയം ആ പെൺകുട്ടിയെ മണിക്കൂറുകൾ പുറത്ത് നിർത്തുകയും ഈ പറഞ്ഞ പ്രതിയും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചില ആൾക്കാരും വന്ന് അവരുമായി പോലീസ് സംഭാഷണം നടത്തിയെന്നും പിന്നീട് പുറത്തു നിർത്തപ്പെട്ട ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് എന്നെ കേൾക്കാത്തത് എന്ന് ചോദിക്കാനായി ചെന്നപ്പോ അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞു എന്നുള്ള തരത്തിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് പോലീസ് അതിനെ ഹാൻഡിൽ ചെയ്തതെന്നുമുള്ളതാണ് ഈ പെൺകുട്ടി തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ പെൺകുട്ടി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നല്ലൊരു പ്രവണതയല്ല. അതിന്റെ വസ്തുതകളെ കുറിച്ച് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒഴിഞ്ഞു മാറാൻ കാരണം എപ്പോഴും ഇത്തരത്തിലൊരു ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി ഈ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു സാക്ഷി കൂടിയാണല്ലോ കേസിലെ. അപ്പോ ആ കൃത്യമായ കാര്യങ്ങൾ അത് ബോധിപ്പിക്കാൻ അത് തയ്യാറാണ്. പക്ഷെ ഇവിടെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയുണ്ട്. എന്താണെന്നറിയോ, ഈ സെക്ഷൻ 354 ഓഫ് IPC ഒഫൻസ് ആയിട്ടുള്ള ഈ സ്ത്രീകളുടെ മോഡസ്റ്റിയെ സംബന്ധിക്കുന്ന ഒരു ഒഫൻസിൽ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ കോമ്പൗണ്ടബിൾ കൊഗ്നിസബിൾ ഒഫൻസ് ആണ്. 2014 വന്ന സുപ്രീം കോടതിയുടെ അതിപ്രശസ്തമായ ഒരു വിധി, ലളിതാകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന വിധിയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ആണ് എങ്കിൽ ദ രജിസ്ട്രേഷൻ ഓഫ് എൻ FIR is mandatory under section 154 of CRPC if the information discloses commission of a cognizable offense and no preliminary inquiry is permissible in such a situation എന്ന് കോടതി തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെച്ച ഒരു കേസിലാണ് 28 മുതൽ നമ്മൾ ഇന്നലെ വൈകിട്ട് വരെയുള്ള സമയമൊന്ന് ആലോചിക്കണം, ഏതാണ്ട് 10-20 ദിവസത്തോളം പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIR ഫയൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല. 2, നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇരയ്ക്കും വാദിക്കും പ്രതിക്കും അല്ലെങ്കിൽ കോടതി തന്നെ ഒരു വിധി നിർണ്ണയിക്കുമ്പോൾ കോടതി നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ നിയമത്തിന്റെ ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് നോക്കിക്കൊണ്ടാണ്. അപ്പൊ അതിനെ അനുബന്ധിച്ച് മാത്രമാണ് ജുഡീഷ്യറി പോലും വിധി നിർണ്ണയിക്കുന്നത്. അവിടെ എങ്ങനെയാണ് സംസ്ഥാനത്തെ ഒരു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തു വന്ന ഒരു മന്ത്രിക്ക് നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസിനെ വിളിച്ച് നിങ്ങൾ അത് നല്ല രീതിയിൽ തീർക്കുക എന്ന് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് ചെയ്ത് രാജിയാക്കി വിടുക എന്നുള്ളതാണല്ലോ അതിന്റെ ഇംപ്ലിസിറ്റ് മീനിങ്. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? പ്ലീ ബാർഗൈനിങ് പോലും ഈ രണ്ട് കാര്യവും വളരെ വളരെ പ്രസക്തമാണ്. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്നുള്ളതും എന്തിന് മന്ത്രി ഇടപെട്ടു എന്നുള്ളതും രണ്ടും പ്രധാനമാണ്. ശ്രീമതി TP സിന്ധുമോൾ, ഇത് BJPയുടെ ഗൂഢാലോചനയാണോ? 90 ദിവസത്തിനകം സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രിയെ രാജിവെപ്പിക്കുമെന്ന് K. സുരേന്ദ്രൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് ട്രാപ്പാണ് എന്നാണ് ഇടതുപക്ഷത്തു നിന്നുള്ള ആളുകൾ പറയുന്നത്. അഭിലാഷ്, ഇതിൽ ഒരു വിധത്തിലുള്ള ഗൂഢാലോചനയും BJP നടത്തിയിട്ടില്ല. ഞാൻ ഇന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ആ പെൺകുട്ടിയെയും മാതാപിതാക്കളെയും ആ കുട്ടിയുടെ സഹോദരനെയും കണ്ട് സംസാരിച്ചിട്ടാണ് ഈ ചർച്ചയിൽ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ആ കുടുംബം ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എന്നോടും എൻ്റെ ഒപ്പം വന്ന BJP പ്രവർത്തകരോടും പങ്കുവെക്കുകയുണ്ടായി. ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞത് സത്യത്തിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള സംഗതികളാണ്. ഇവിടെ ആ പെൺകുട്ടിയുടെ അച്ഛൻ NCPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. ആ പെൺകുട്ടി BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകയാണ്. ആ പെൺകുട്ടിക്ക് അതിനിഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ അതില്. പക്ഷെ ഈ സംഭവം വളരെ കൃത്യമാണ്. ആ പെൺകുട്ടി കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അങ്കിളിനെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തി പേര് വിളിച്ച് കയറ്റുകയും കയ്യിൽ ബലമായി പിടിച്ചു തിരിക്കുകയും കാശ് തരാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ കാണണമെന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുട്ടി ഇന്ന് മൊഴി കൊടുത്തില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ കുട്ടി ഇന്ന് അവിടെ യുവമോർച്ചയുടെയും മറ്റും പ്രകടനമുണ്ടായിരുന്നു, പ്രതിഷേധ പ്രകടനമുണ്ട്. ആ കുട്ടി കുണ്ടറയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയോ ഈ കുട്ടിയെയോ ഒന്ന് ഫോണിൽ പോലും വിളിക്കാതെ പോലീസുകാർ അവിടെ ചെന്നു. പോലീസാണെന്ന് തന്നെ അറിയുന്നത് അവർ വൈകിയാണ്. അത് മാത്രമല്ല, ഇന്ന് അവിടെ PC വിഷ്ണുനാഥ് MLA എത്തിയിരുന്നു. MLA വന്ന് പോകുമ്പോഴാണ് ഇവർ MLAയുടെ പുറകെ പോകുന്ന കണ്ട് ആ അച്ഛൻ പറഞ്ഞ വസ്തുതകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും MLAയുടെ ഒപ്പം വന്ന പോലീസുകാരാണ് പോകുന്നതെന്നാണ് ആ മനുഷ്യൻ വിചാരിച്ചത്. തുടർന്നാണ് ഇങ്ങനെ വാർത്തകളും മറ്റും വരുന്ന കണ്ടപ്പോഴാണ് ഇത് അന്വേഷിക്കാനായിട്ട് വന്നിരുന്നു. അവര് പക്ഷെ വീട്ടിലേക്ക് പോലും കയറിയില്ല. ആ വീടിന്റെ ചെറിയ ഇടവഴിയിൽ കൂടി വന്ന് അതിന്റെ മുറ്റത്തിറങ്ങാതെ അവിടെ നിന്നുകൊണ്ട് ഈ പെൺകുട്ടി ഉണ്ടോ എന്ന് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ കേസിന് മൊഴിയെടുക്കാനാണെന്നോ ഇതുമായി ബന്ധപ്പെട്ടാണെന്നോ അവർ പറയുന്നില്ല. ഇവർ മനസ്സിലാക്കിയത് PC വിഷ്ണുനാഥ് MLAയുടെ ഒപ്പം വന്ന പോലീസുകാരാണെന്നാണ്. കാരണം ഇവരങ്ങ് മാറുകയും PC വിഷ്ണുനാഥ് തൊട്ടുപുറകെയാണ് കയറി വന്നത്. അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന പുറകെ ഈ പോലീസുകാരും ആ നടവഴിയിൽ കൂടി പോകുന്നത് ഇദ്ദേഹം കണ്ടു. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം. ഇതിനെയാണ് വളച്ചൊടിക്കുന്നത്. അപ്പോൾ എത്ര ലാഘവത്തോടെയാണ് ഇത്തരം കേസുകളെ കാണുന്നത് ഇവിടെ റെജി ലൂക്കോസും അദ്ദേഹത്തിന്റെ പാർട്ടിയും NCPയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ മന്ത്രിയെ വെള്ളപൂശാനായിട്ട് ശ്രമിക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം. ഇദ്ദേഹം തന്നെ ഒരു വിവാദത്തിൽ അകപ്പെട്ട് എങ്ങനെ എപ്രകാരമാണ് പുറത്തു കടന്നതെന്ന് നമ്മൾ കേരളത്തിലെ ജനത കണ്ടതാണ്. 2020 മെയ് മാസം മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന NCPയുടെ ദേശീയ നേതാവായിട്ടുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ആ പെൺകുട്ടിയിൽ നിന്നും 12 ലക്ഷം രൂപയോളം കവരുകയും ചെയ്തതിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ കേസ് പോലും ഒത്തുതീർപ്പാക്കാൻ വിളിച്ച ആളാണെന്നുള്ള ആരോപണം ഈ മന്ത്രിക്കെതിരെ ഉണ്ട്.
ഈ മന്ത്രി ഇത്തരത്തിലുള്ള കേസുകൾക്ക് വേണ്ടി സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നിടത്ത് ഇരകളെ നോക്കാതെ വേട്ടക്കാർക്ക് വേണ്ടി എപ്പോഴും വക്കാലത്തെടുക്കുന്ന മന്ത്രിയായിട്ട് കേരളത്തിൽ വരുന്നത് അപമാനകരമാണ്. ഇവിടെ സ്ത്രീ സമൂഹത്തിന് എന്ത് സുരക്ഷയാണ് ഒരു സർക്കാരിൽ നിന്നുള്ളത്? സർക്കാർ നാഴികയ്ക്ക് 40 വട്ടവും ലിംഗ ഭേദമില്ലാത്ത നിയമവും മറ്റു കാര്യങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ പറയുമ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയുണ്ട്? അപ്പോൾ ഇത്തരത്തിലൊരു മന്ത്രി അധികാരത്തിൽ ഇരിക്കുന്നത് തന്നെ കേരളത്തിന് അപമാനമാണ് എന്നാണ് BJP പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP ഈ വിഷയം ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. അല്ലാതെ BJPക്ക് ഇതിൽ കൃത്യമായ യാതൊരു ഗൂഢലക്ഷ്യവുമില്ല. അത് വെറുതെ ആരോപണത്തിന് വേണ്ടി പറയുന്നതാണ്. ഇതിൽ FIR ഇട്ടിട്ടില്ല. FIR ഇടാൻ ആ കുട്ടിയെ വിളിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് അഭിലാഷ്, ഇവിടെ പറയുന്ന വലിയൊരു പരാമർശമുണ്ടല്ലോ, ഇത്രയും വൈകിയത് എന്തിനാണ് എന്ന് റെജി ലൂക്കോസ് ചോദിക്കുന്നു. ഈ കുട്ടിയുടെയും ഈ കുട്ടിയുടെ സഹോദരന്റെയും പേരിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു. ആ ക്രിമിനൽ കേസിൽ ഇവർ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് ആ ക്രിമിനൽ കേസിൽ ഈ കുട്ടിയെയും, ഒരു അടിപിടി കേസാണ്, നോൺ ബെയിലബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് കുണ്ടറ പോലീസ് ശ്രമിക്കുന്നു എന്നറിഞ്ഞതിന്റെ പേരിൽ ആ കുട്ടിക്ക് പോലീസ് സ്റ്റേഷനിലേക്കോ അങ്ങോട്ടോ പോകാൻ ഭയമായിരുന്നു. അതിൽ ജാമ്യം എടുത്തതിന് ശേഷമാണ് ഈ കുട്ടി ഈ കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും പോലീസുകാർ എത്തരത്തിലാണ് ഈ കാര്യത്തിൽ പെരുമാറിയിട്ടുള്ളതെന്നും കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ വെളിവാകും. ഇവിടുത്തെ രാഷ്ട്രീയത്തിന് വശംവദരായിക്കൊണ്ടാണ് ഇപ്പോഴും ഈ നിമിഷം വരെ പോലീസ് അവിടെ പെരുമാറുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് മന്ത്രി ഇവിടെ നടത്തിയിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. തീർച്ചയായിട്ടും അതാണ് BJPയുടെ കാഴ്ചപ്പാട്. ശ്രീ മാത്യൂസ് ജോർജ്, NCP ഒരു അന്വേഷണം നടത്തിയല്ലോ, അതിന്റെ റിപ്പോർട്ടും കൊടുത്തു. എന്താണ് NCP അന്വേഷിച്ച് കണ്ടെത്തിയത്? അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ, ഞാൻ അന്വേഷണത്തിന് പോയ വ്യക്തിയാണ്. ഞങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ പ്രവർത്തകരെയും പരാതിയുള്ള ഈ പെൺകുട്ടിയുടെ പിതാവിനെയും ഒക്കെ കണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടി അത് ക്രോഡീകരിച്ച് സംസ്ഥാന പ്രസിഡന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വിശദ വിവരങ്ങൾ എനിക്ക് ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാണ് പുറത്തുവിടേണ്ടത്. അത് പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്. അത് പുറത്തുവിടണോ, അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളാതിരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ്. ഓക്കെ, റിപ്പോർട്ട് പുറത്തുവിടേണ്ട ഇപ്പോൾ. പക്ഷേ ഇപ്പോ താങ്കൾക്ക് തന്നെ അറിയാവുന്നതുപോലെ ഇവിടെ പരാതിക്കാരിയുടെ അച്ഛൻ NCPയുടെ മണ്ഡലം പ്രസിഡന്റാണ്, അമ്മ വനിതാ വിഭാഗത്തിന്റെ ജില്ലാ നേതാവാണ്, സഹോദരൻ NCPയുടെ പ്രവർത്തകനാണ്. അതായത് നിങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ് ഈ കുടുംബം ആകെ. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു. ആ പരാതിക്ക് ഇതുവരെയും പോലീസിൽ നിന്ന് നീതിപൂർവകമായ സമീപനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കേസ് കോംപ്രമൈസ് ചെയ്യാൻ പാർട്ടിയുടെ ഏക മന്ത്രി തന്നെ വിളിക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ NCPക്കാരായ NCPയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ പൂർണ്ണമായും തള്ളുകയാണോ പാർട്ടി? ഞങ്ങൾ ആ കുടുംബത്തെ ഒരിക്കലും തള്ളിയിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ഞങ്ങളുടെ പാർട്ടിയുടെ നിയോജകമണ്ഡല പ്രസിഡന്റ് കൂടിയായ ശ്രീ ബെനഡിക്റ്റിനെ, അതായത് ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പാർട്ടിയുടെ നിയോജകമണ്ഡല പ്രസിഡന്റും സംസ്ഥാന നിർവാഹക സമിതി അംഗവും തമ്മിലുള്ള ഒരു സംഘർഷവും അതിനെ തുടർന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ് ഈ കേസിൽ എത്തിച്ചേർന്നത്. അപ്പൊ പാർട്ടിയിലെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു തർക്കം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മന്ത്രി ആ കേസിൽ ഇടപെട്ടു. അത് പരിഹരിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു തർക്കം ശ്രീ മാത്യൂസ് ഒരു തരത്തിലും പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന നേതാവും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നോ? അതല്ലല്ലോ പ്രശ്നം. ആ പെൺകുട്ടിയെ കടന്നു പിടിച്ചു, ആക്രമിച്ചു എന്നുള്ളതാണല്ലോ. അതല്ലാതെ വേറെന്ത് തർക്കം, എന്ത് രാഷ്ട്രീയ പ്രശ്നം? അല്ല, അതിനു മുൻപ് ശ്രീ പത്മാകരനും ശ്രീ ബെനഡിക്റ്റും തമ്മിൽ പല കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ശ്രീ ബെനഡിക്റ്റിനെ നിയോജകമണ്ഡലം പ്രസിഡന്റിൽ നിന്ന് നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്ത ആളാണ് പത്മാകരൻ. അപ്പൊ ആ ഒരു അഭിപ്രായ തർക്കമൊക്കെ നിൽക്കുമ്പോഴാണ് വാട്സാപ്പിലൂടെ ഈ യുവതിയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ പ്രചരിപ്പിക്കുകയും അത് ഒരു പരിധിവരെ യുക്തമായ ഒരു നടപടിയല്ല എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ പരാതി വാട്സാപ്പിലൂടെ ഈ പോസ്റ്റർ പ്രചരിപ്പിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി ആ യുവതിയുടെ കയ്യിൽ പത്മാകരൻ കയ്യിൽ പിടിച്ചു എന്നൊക്കെയുള്ള പരാതി വരുന്നത്. ആ പരാതി പോലീസ് അന്വേഷിക്കട്ടെ, ഇവിടുത്തെ നിയമസംഹിതകളെല്ലാം അതിനനുസരിച്ച് നീങ്ങി അതിലെ സത്യാവസ്ഥ നിജസ്ഥിതിയും കൊണ്ടുവരട്ടെ. പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുവാനും ഒന്നും ഒരു പാർട്ടി സംവിധാനത്തിന് സാധ്യമല്ല. ഞങ്ങളുടെ അന്വേഷണം എന്ന് പറഞ്ഞത് ഈ പ്രവർത്തകർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇവർ കൊടുത്ത കേസിന്റെ സ്ഥിതി എന്ത് എന്നറിയുക,
ഈ കേസിന്റെ ഒരു ആകമാനമുള്ള ഒരു സ്ഥിതി വിലയിരുത്തുക ചെയ്യുക മാത്രമേ ഞങ്ങളുടെ അന്വേഷണം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ശരി, ഓക്കെ. ഇതിൽ ലൈംഗിക അതിക്രമ കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഇരകളുടെ പേര്, അവരെ തിരിച്ചറിയുന്ന മറ്റു ബന്ധുക്കളുടെ പേര് തുടങ്ങിയവ പറയുന്നത് നിയമപരമായി ശരിയല്ല. എന്തായാലും ആ കാര്യം ശ്രദ്ധിക്കുക പാനലിസ്റ്റുകൾ. പെൺകുട്ടിയുടെ അച്ഛനോടാണ് എനിക്കിനി ചോദ്യം. ഇവിടെ രാഷ്ട്രീയ പ്രശ്നം, താങ്കളും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് പത്മാകരനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആത്യന്തികമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത്, ഇങ്ങനൊരു പരാതിയിലേക്ക് നയിച്ചതെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തലെന്ന് എനിക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തോന്നുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ സംഘടനാ പ്രശ്നം നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നോ അവിടെ? ഇപ്പം ഈ സംസാരിച്ച മാത്യൂസ് ജോർജ് എന്ന് പറയുന്ന സാറ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ചാർജ് വഹിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ പോസ്റ്റർ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, നിയമപരമായിട്ട് പോകാൻ. അത് കഴിഞ്ഞ് ഈ 28-ാം തീയതി കേസ് കൊടുത്തതിന് ശേഷം 2-ാം തീയതി മാത്യൂസ് ജോർജ് എന്നെ വിളിച്ച്, എൻ്റെ ഫോണിൽ അന്നും റെക്കോർഡുണ്ട്, 2-ാം തീയതി മാത്യൂസ് ജോർജ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഈ പോസ്റ്റ് ഇട്ടതിന് കേസ് കൊടുത്തൊക്കെ ശരി, അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അക്കൂട്ടത്തിൽ ഈ കൈക്ക് കയറി പിടിച്ചെന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കിയേക്കണം എന്ന് മാത്യൂസ് ജോർജ് പറഞ്ഞു. ഞാൻ അതൊന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ വിട്ടിട്ടുള്ളതല്ല, അതും എൻ്റെ ഫോണിൽ റെക്കോർഡുള്ളതാണ്. അപ്പം ആ മാത്യൂസ് ജോർജ് ഇന്ന് വന്ന സമയത്ത് പറഞ്ഞത്, പ്രസിഡന്റ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഏത് രീതിയിലും തീർത്തിട്ട് വേണം തിരിച്ചു ചെല്ലാനെന്ന്. അപ്പം മാത്യൂസ് ജോർജ് ആകപ്പാട് കൊല്ലം ജില്ലയുടെ ചാർജ് ഏറ്റതിന് ശേഷം ഒരേ ഒരു ദിവസമാണ് ജില്ലാ കമ്മിറ്റിയിൽ വരുന്നത്. അത് ജൂൺ 27-ാം തീയതിയാണ്. അന്നാണ് മാത്യൂസ് ജോർജ് കാണുന്നത്. അന്ന് എന്നെ ചൊവ്വ അറിയത്തില്ല, ഞാൻ വിളിക്കുമ്പോഴാണ് ഞാൻ ഇന്നയാളാണെന്നറിയുന്നു. ആ മാത്യൂസ് ജോർജിന് എങ്ങനെ അറിയാം ഞാനും പത്മാകരനും മുമ്പ് തൊട്ടേ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. മുമ്പ് തൊട്ടേ മാത്യൂസ് ജോർജ് സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ ഒരു പക്ഷേ അത് ആ രീതിയിൽ സംസാരിച്ചു അറിഞ്ഞു എന്ന് പറയാം. അങ്ങനല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ മാത്യൂസ് ജോർജ് ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതായിട്ട് എനിക്കറിയാവുന്നു ഇപ്പോഴാണ്. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം അല്പനേരം മാത്രം കണ്ട എന്നെ മുമ്പ് തൊട്ടേ ഈ പറയപ്പെട്ട പത്മാനും ഞാനുമായിട്ട് ശീതസമരം ഉണ്ടായിരുന്നെന്ന് പറയാൻ മാത്യൂസ് ജോർജ് പറഞ്ഞതിൻ്റെ ശൈലി എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് മാത്യൂസ് ജോർജ് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഈ കൈക്ക് കയറി പിടിച്ച വിഷയം അങ്ങ് ഒഴിവാക്കിയിട്ട് കേസ് കൊടുക്കാഞ്ഞ് എന്തെന്ന്? അത് എൻ്റെ കയ്യിൽ റെക്കോർഡുള്ളതാണ്, കള്ളമൊന്നുമല്ല. ആ മാത്യൂസ് ജോർജ് ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ട് ഇന്ന് ചോദിച്ചു, സംസ്ഥാന പ്രസിഡന്റ് ഏത് രീതിയിലും തീർക്കാൻ പറഞ്ഞാണ് അങ്ങനെ തീർത്തുകൂടായിരുന്നു. എന്നിട്ട് ഈ മാത്യൂസ് ജോർജ് മാധ്യമങ്ങളെ ഭയന്നിട്ട് എൻ്റെ വീട്ടിൽ വരാതെ കുണ്ട്ര വന്ന മാത്യൂസ് ജോർജ് അതിലെ നേരെ എൻ്റെ വീട്ടിൽ വരാനാണ് വെറും 2.5 കിലോമീറ്റർ മാത്രം ഉള്ളപ്പോൾ കുണ്ട്രന്ന് കേരളപുരത്ത് പോയി നിന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്കങ്ങ് ഫോണിലൂടെ സംസാരിക്കാമെന്നാണ്. എന്തുകൊണ്ട് മാധ്യമങ്ങളെ നേരിൽ കാണാൻ ബുദ്ധിമുട്ട് അല്ലെ അറപ്പ് തോന്നി? അപ്പം മാത്യൂസ് ജോർജ് ഇവിടെ വന്നത് ഒരു കള്ളം മെനഞ്ഞുണ്ടാക്കാൻ തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മാത്യൂസ് ജോർജ് അല്ലെ അങ്ങനെയുള്ള ഒരു പാർട്ടി നേതൃത്വം എനിക്ക് നീതി കിട്ടുന്ന രീതിയിലോ സത്യസന്ധമായ രീതിയിലോ പ്രവർത്തിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാത്യൂസ് ജോർജ് പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യ ജില്ലാ പ്രവർത്തകയല്ല, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് നിലവിൽ ഇപ്പോൾ. അല്ലാതെ ഇതിന് മുമ്പ് ഈ 1 മണിക്കൂർ മുമ്പല്ല, ഇപ്പോൾ ഈ മണിക്കൂറിൽ ഞാൻ നിയോജക മണ്ഡലം പ്രസിഡന്റും എൻ്റെ ഭാര്യ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളെ ഈ രീതിയിൽ അധിക്ഷേപിക്കാൻ മാത്രം മാത്യൂസ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ NCPയുടെ നേതാക്കന്മാരോ NCPയിൽ ഇപ്പോൾ ഉള്ള ഒരു MLAയോ അദ്ദേഹമൊക്കെ എന്തിനു തുനിഞ്ഞിറങ്ങുന്നു? മന്ത്രി പറയുന്നു മന്ത്രിക്ക് ഈ കേസ് അറിയാം, നിങ്ങളെല്ലാം കേട്ടതാണ്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, അതെനിക്കറിയാം. അതാണ് നല്ല രീതിയിൽ അതാണ് നല്ല രീതിയിൽ തീർക്കണമെന്ന് പറയും. അപ്പൊ അത് പറഞ്ഞ മന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുന്നില്ല. പക്ഷേ
സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ പറയുന്നു മന്ത്രി അതല്ല പറഞ്ഞത്, മന്ത്രി വേറെ എന്താണ് ഇവിടെ തീരാനുള്ളത്, നല്ല നിലയിൽ തീരണമെന്ന് PC ചാക്കോ ഉദ്ദേശിച്ച എന്താണ്? ഈ കേസ് അല്ലെങ്കിൽ പിന്നെന്താണ് നല്ല നിലയിൽ തീരാനുള്ളത്? ഞാൻ അന്നേരം ഇന്നേരം എല്ലാം പറയുന്നു, ഞാനും പത്മാകരനുമായിട്ട് പാർട്ടിയിൽ ഒരു വിഷയവുമില്ല. പാർട്ടി നേതൃത്വം ഇടപെട്ട് ഞങ്ങൾ ശീതസമരമെന്ന് അവരുദ്ദേശിക്കുന്ന ആ സമരം തീർക്കാൻ പാർട്ടിയിൽ ഞാനും പത്മാകരനും ഒരു വിഷയവുമില്ല എന്ന് മാത്രമല്ല, പത്മാകരൻ കുണ്ട്ര മണ്ഡലത്തിൽപ്പെട്ട ആളല്ല, കുണ്ട്രയിൽ നിന്നുള്ള NCP അത് താങ്കൾ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇനി ശ്രീ മാത്യൂസ് ജോർജിന് മറുപടിക്കുള്ള സമയമാണ്. ഞാൻ പെൺകുട്ടിയുടെ പിതാവിലേക്ക് വരാം. ശ്രീ മാത്യൂസ് ജോർജ്, താങ്കൾ ഇത് ഇപ്പോൾ അറിഞ്ഞതല്ല, നേരത്തെ അറിഞ്ഞതാണ്. നേരത്തെ അറിഞ്ഞെന്ന് മാത്രമല്ല, നേരത്തെ ഇടപെട്ടതാണ്. ഈ കയ്യിൽ കയറി പിടിച്ചു എന്നൊരു പരാതി കൊടുക്കരുത് എന്ന് താങ്കൾ പറഞ്ഞതിന്റെ തെളിവ് തന്റെ കയ്യിൽ ഉണ്ട് എന്ന് ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുകയും ചെയ്യാണ്. NCPയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം എന്ന താല്പര്യം എന്തിനാണ്? പാർട്ടിയുടെ ഒരു നേതാവ് ഒരു കേസിൽ പ്രതിയായാൽ അത് അയാൾ സ്വന്തം നിലയ്ക്ക് തീർത്തോട്ടെ എന്ന് വെക്കണം. അല്ലാതെ പാർട്ടിക്ക് ഈ കേസ് ഒത്തുതീർത്തിട്ട് എന്ത് കിട്ടാനാണ്, എന്ത് കാര്യം? അല്ല, ഈ ബഹുമാന്യനായ എന്റെ സുഹൃത്ത് ഈ പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റുമാണ്. ഞാനത് ഒരിക്കലും അവരല്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകൾക്കുണ്ടായ പ്രശ്നങ്ങളാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹവും പത്മാകരനും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അതിനകത്ത് സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാകും. ശ്രീ പത്മാകരൻ അതിന്റെ കാര്യകാരണങ്ങളൊന്നും എനിക്ക് അന്വേഷിക്കാൻ, ഞാൻ അന്ന് കൊല്ലം ജില്ലയുടെ ചാർജുള്ള ആളല്ല. ഇദ്ദേഹത്തെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുക്കുകയും അത് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് ഇവർ തമ്മിൽ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് ജില്ലയുടെ ചുമതലയില്ലാത്ത ആളായതുകൊണ്ട് അതിന്റെ കൃത്യമായ വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പത്മാകരൻ കയ്യിൽ കയറി പിടിച്ച കേസ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇത് നിങ്ങള് വാട്സാപ്പ് കേസിനെ കുറിച്ചും വാട്സാപ്പിൽ ഈ പോസ്റ്റർ പ്രചരിപ്പിച്ചതിനെ കുറിച്ചും ഒക്കെയാണ് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. കേസ് കൊടുത്തപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ഈ ഉപദ്രവിച്ചതായിട്ടുള്ള ഈ ഒരു ആരോപണം വന്നത്. ആ ആരോപണം വൈകി കൊടുത്ത ഒരു കേസാണ്. പക്ഷെ അത് ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. നമ്മുടെയൊക്കെ സാമൂഹിക പശ്ചാത്തലത്തിൽ ചിലപ്പോൾ യുവതികൾക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിക്കാനും കേസ് കൊടുക്കാനും ഒക്കെ അവർക്ക് അവരുടേതായ സാഹചര്യങ്ങളും പരിമിതികളും ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പോലും ഈ യുവതി കൊടുത്ത പരാതിയുടെ ഒരു നിജസ്ഥിതി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന നിലപാടാണ് ഞങ്ങൾക്ക്. പിന്നെ അത് ഒഴിവാക്കാൻ പറ്റുമല്ലോ ഈ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഈ വാട്സാപ്പിൽ പോസ്റ്റർ പ്രചരിപ്പിച്ചതിന് എതിരെയുള്ള പരാതിയോടൊപ്പം വളരെ വൈകി മുൻപ് നടന്ന ഒരു സംഭവം കൂടി ഇതിന്റെ കൂടെ ചേർത്തതിൽ ഒരു ഔചിത്യമുണ്ടോ അനൗചിത്യമുണ്ടോ എന്നൊന്ന് ആലോചിക്കണം എന്നുള്ളൊരു സൂചനയിലാണ് സംസാരിച്ചിരുന്നത്. പിന്നെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ കേസ് തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പോലീസ് അന്വേഷിക്കട്ടെ, അത് കണ്ടുപിടിക്കട്ടെ. അതിന് NCP എല്ലാവിധമായ പിന്തുണയും ഈ കേസ് അന്വേഷണത്തിന് നൽകും. ഒരിക്കൽ പോലും ഞാൻ ഇവിടെ അടിവരയിട്ട് പറയട്ടെ, ഈ കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാനോ പോലീസ് സ്റ്റേഷനുമായിട്ടോ ഉദ്യോഗസ്ഥരുമായോ ബന്ധപ്പെടുവാനോ ഞങ്ങളുടെ മന്ത്രിയോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിരിക്കുന്ന ആരെങ്കിലുമോ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ബോധ്യമില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. ശരി, ഓക്കെ. പെൺകുട്ടിയുടെ അച്ഛനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം ഞാൻ ഇടവേളയിലേക്ക് പോവാം. ഇവിടെ ഈ വൈകിയാണ് കൈക്ക് കയറി പിടിച്ചു എന്നൊരു സംഭവം ഉൾക്കൊള്ളിച്ചത് വാട്സാപ്പിലൂടെ മോശമായ ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു യഥാർത്ഥ വിഷയമെന്നാണ് പാർട്ടി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വസ്തുതയാണോ എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ മൊഴി കൊടുക്കുന്ന കാര്യത്തിൽ പരാതിക്കാരി വിമുഖത കാണിക്കുന്നുവെന്ന് പോലീസിന്റെ വൃത്തങ്ങൾ തന്നെ പറയുന്നു. എന്ന് മാത്രമല്ല, ഈ സംഭവം നടന്ന സ്ഥലത്തെ ഈ ഹോട്ടലിലെ CCTV പരിശോധിക്കണം എന്ന കാര്യത്തോട് പരാതിക്കാർക്ക് അനുകൂലമായ സമീപനമല്ല ഉണ്ടായിട്ടുള്ളത്. മറിച്ച് ഈ ആരോപണ വിധേയനായ ആൾ അങ്ങനെയാണെങ്കിൽ CCTV പരിശോധിച്ചു നോക്കട്ടെ, ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൃശ്യങ്ങളിൽ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ സംഭവങ്ങൾ? സാർ, ഞാൻ ആദ്യമേ ഒന്ന് ചോദിക്കട്ടെ. ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് CCTV പരിശോധിക്കണമെന്ന് പോലീസ് പറഞ്ഞെങ്കിൽ ഞങ്ങൾ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് പോലീസ് എഴുതട്ടെ. ഞങ്ങൾ പറഞ്ഞത് ഈ പരാതി കൊടുത്തതിന് ശേഷം പോലീസ് അതിനെപ്പറ്റി ഒരു കാര്യം 29-ാം തീയതി വിളിച്ചിട്ട് 30-ാം തീയതി ചെല്ലണമെന്ന് പറഞ്ഞ് 30-ാം തീയതി ചെന്ന് ഞങ്ങൾ ഒരു തരത്തിൽ അധിക്ഷേപിച്ച് വിട്ടെന്നല്ലാതെ അതിനെപ്പറ്റി ഇന്നലെ മാധ്യമങ്ങളിൽ ഇത് വരുന്നത് വരെ പോലീസ് പിന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. ആ വിളിക്കാത്ത പോലീസ് മനഃപൂർവ്വം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പം കുണ്ട്ര CI പറഞ്ഞത് ഞാൻ അന്വേഷിക്കട്ടെ, ഞാൻ പഠിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് റെക്കോർഡ്.
അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ CCTV പരിശോധിക്കുന്ന തടസ്സമെന്ന് പറയാം, അതെന്ത് യുക്തിയാണ് സാർ? പോലീസിൽ പരാതി കൊടുത്ത പരാതിയെ പറ്റി അന്വേഷിക്കണ്ട എന്ന് പരാതിക്കാർ തന്നെ പോലീസിന്റെ അടുത്ത് പറയുന്നെന്ന് പറയുന്നത് അതെന്ത് യുക്തിയാണ്? അതെങ്ങനെയാണ് പോലീസ് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയാണ് ആ പരാതിക്ക് വല്ല പ്രസക്തിയുണ്ടോ സാർ? ആ CCTV പരിശോധിക്കണം, അതിൽ പോലീസിന് ബോധ്യപ്പെടണം, ബോധ്യപ്പെട്ടാൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഒരു പരാതിക്കാരി പരാതി കൊടുത്തിട്ട് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണ്ട എന്ന് പോലീസിൽ പറയുന്നത് അതെന്ത് യുക്തിയാണ്? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസർ അപ്പോഴേ അത് വെച്ച് റിപ്പോർട്ട് എഴുതി ആ കേസ് തള്ളിക്കളയേണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇരുന്നിട്ട് ഇന്നലെ ഈ കേസ് FIR ഇട്ടെടുത്തെന്ന് പോലീസ് പറയുന്നു? പിന്നെ അടുത്തത്, പോലീസ് വിളിച്ചിട്ട് ഞങ്ങൾ ചെന്നില്ലെന്ന് പറഞ്ഞാൽ പോലീസ് വിളിച്ചിട്ടില്ല സാർ. പോലീസ് ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ രാത്രിയാകുന്നോണ്ട് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എൻ്റെ മകള് പറഞ്ഞല്ലാതെ ചെല്ലത്തില്ലെന്നല്ല പറഞ്ഞു. അപ്പൊ പോലീസ് ശരിയെന്ന് പറഞ്ഞ് ഫോൺ താത്തു വെച്ച പോലീസ് പിന്നെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ല. പോലീസ് മൊഴിയെടുക്കാൻ ഇവിടെ വന്നിട്ടില്ല. അതാണ് വസ്തുത. അത് പോലീസ് ഈ ഭരണകക്ഷിയായ എൻ്റെ പാർട്ടിയിലെ നേതാവും മന്ത്രിയെയും മന്ത്രിയുടെ ശിങ്കിടിയായ പത്മാകരനെയും താങ്ങാൻ വേണ്ടി പോലീസ് ഉണ്ടാക്കുന്ന ഒരു കള്ളക്കഥയാണ്. പോലീസ് കള്ളക്കഥ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അതും പരിശോധിക്കപ്പെടണം. റെജി ലൂക്കോസ്, ഈ കേസിലെ പോലീസിന്റെ താല്പര്യം എന്താണ്? 28-ാം തീയതി ഒരു പരാതി കൊടുക്കുന്നു, അതിൽ FIR ഇടുന്നില്ല, ചാനലുകളിൽ വാർത്ത വരുന്നു, ചർച്ചയാകുന്നു, അതിനുശേഷം മാത്രം പോലീസ് കേസെടുക്കുന്നു. അത് അസ്വാഭാവികമാണ്. കേസ് എന്താണ് എന്നുള്ളത് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചാലല്ലേ മനസ്സിലാവൂ. അതിനെന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല എന്ന ഒരു വിഷയം. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ CCTVയുടെ കാര്യം ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടു. രണ്ടാളുകൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ CCTV പരിശോധിച്ച് വസ്തുത കണ്ടെത്താൻ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ അനുവാദം വേണോ പോലീസിന്? വേണ്ടല്ലോ. ഏത് സ്ഥലത്താണോ ആ പ്രശ്നം ഉണ്ടായത് അവിടെ നിന്ന് പോലീസിന് എന്താണ് കാര്യമെന്ന് തിരക്കാം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം. ഒരു പരാതിയുടെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ. ഇതൊന്നും പോലീസ് ചെയ്യാതെ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടല്ലോ എങ്ങനെയാണ് പോലീസ് ഇന്ന് മൊഴിയെടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, സന്നദ്ധരായില്ല എന്ന് വരുത്തി തീർത്തതെന്ന്. എന്താണ് ഈ കാര്യത്തിലെ പോലീസിന്റെ താല്പര്യം? ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ചാനലിലൂടെയുള്ള അല്ലെ മാധ്യമങ്ങളോട് പറഞ്ഞ വസ്തുതകളാണ്. ആ കുട്ടി പറയുന്നതിനപ്പുറമായ ഒരു സാഹചര്യം ഇതിനകത്ത് എവിടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള അവസരം എനിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാം. പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ബഹുമാനപ്പെട്ട വനിതാ BJPയുടെ വനിതാ വക്താവ് ബഹുമാനപ്പെട്ട സഹോദരി ഇവിടെ പറഞ്ഞ ഒരു പച്ചക്കള്ളം, അത് ഈ പ്രേക്ഷകരിൽ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അവർ പറയുന്നു പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പൈസ തരാമെന്ന് ഈ പറയുന്ന ഹോട്ടലോടൊപ്പം പറഞ്ഞാട്ടാ പറഞ്ഞത്. എന്നാൽ ഈ പെൺകുട്ടി ഇന്നലെ ഞാൻ ആ പെൺകുട്ടിയായിട്ട് ഇത് 3ാമത്തെ ചർച്ചയിലാണ്. ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് ഇത് എല്ലാവർക്കും അറിയാം, കേരളം മുഴുവൻ കേട്ടതാണ്. ആ കുട്ടി പറഞ്ഞത്, എന്തിനാണ് കുട്ടി BJPയിൽ പോകുന്നത്, എന്തിനാ മോളെ BJP പോയത്, ഇനി എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണോ, അത് ഞാൻ തരാമായിരുന്നല്ലോ പൈസ എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഒരു ആരോപണം പോലും അല്ലാതെ ആ കുട്ടി പറഞ്ഞപ്പോൾ BJPയുടെ പ്രതിനിധി പറയുന്നത് പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംഗിളിലേക്ക് കൊണ്ടുവന്നു. എത്ര മോശമായിട്ടാണ് ഈ ചർച്ചയിലൊക്കെ ഇവരൊക്കെ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ സമൂഹത്തിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു വലിയ ഒരു വിഷമാണ് ഈ രീതിയിലൊക്കെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചർച്ചയിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഈ ഹോട്ടലുടമ ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു വ്യത്യാസം നിങ്ങൾ റീവൈൻഡ് ചെയ്ത് നോക്കി. അങ്ങനെയൊന്നും പറയരുത്. ആ കുട്ടി പോലും പറയാത്ത ആ പെൺകുട്ടി അല്ല സഹോദരി, നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് മറുപടി പറയാനാണ് ഞാൻ വിളിക്കുന്നത്. അല്ല, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അല്ല ശ്രീ റെജി ലൂക്കോസ്, ഞാൻ കേട്ട അവരുടെ ആദ്യത്തെ ബൈറ്റിൽ പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞു എന്നാണ് കേട്ടത്. ഓക്കെ, അതിനുശേഷമുള്ള ചാനൽ ചർച്ചയിൽ വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ ശരി, സാമ്പത്തിക പ്രശ്നമുണ്ടോ, ഞാൻ സഹായിക്കാം എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നെ അതിനുശേഷം എന്തിനാണ് കയ്യിൽ കയറി പിടിച്ചതെന്നുള്ള ചോദ്യമല്ലേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണല്ലോ കേസ്. ഒരാളുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കാൻ മറ്റൊരാൾക്ക് എന്ത് അധികാരം, അയാൾ ആരാണെങ്കിലും? തീർച്ചയായിട്ടും അധികാരമുണ്ട്. അല്ല അഭിലാഷേ,
നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ അല്ല അവർ സംസാരിക്കാനാണ് പിന്നെ എന്തിനാ ഞാനോട് ഇരിക്കുന്നത് അവരോട് ഇല്ല, ആരും മിണ്ടാതിരിക്കാൻ സംസാരിക്കുന്നില്ല. താങ്കളോടാണ് ചോദ്യം. താങ്കൾ നമ്മൾ ഈ സംസാരിക്കും. പൊതുസമൂഹത്തിനോടാണ് സംസാരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനം മുഴുവൻ കേട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത്. തീർച്ചയായിട്ടും ആ കേരളത്തിന്റെ പൊതുസമൂഹം വിവിധ മാധ്യമങ്ങളുടെ ആ പെൺകുട്ടി ആ ആദരണീയ പെൺകുട്ടി പറഞ്ഞ വാക്കുകളാണിത്. ഇത് ഞാൻ തുണ പറയാൻ പറ്റുമോ? ഇന്നും പറഞ്ഞ കാര്യങ്ങള് അതിനെ ഈ ബി.ജെ.പിയുടെ വക്താവ് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ബി.ജെ.പിയുടെ പാർട്ടിയുടെ വക്താവ് ഇടുന്ന് പറയാ പീഡിപ്പിക്കുന്നതിന് ഞാൻ പൈസ തരാന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞാൽ എന്ന് എവിടെ എത്തി ഇവരുടെയൊക്കെ രാഷ്ട്രീയ ബോധം, ഇവരുടെയൊക്കെ സാമൂഹ്യ ബോധം എവിടെ എത്തി? അതാണ് ഞാൻ ചോദിച്ചുള്ളൂ. ഇത് ഈ ആരോപിതനായിട്ടുള്ള വ്യക്തി, ഈ ഹോട്ടലുടമ, അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ എഫ്ഐആർ മുമ്പ് ചെന്ന് അല്ല നിങ്ങൾ ദയവായിട്ട് ഉണ്ടായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോകണ്ട. അഭിലാഷ് അവരെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അങ്ങനെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവകാശമൊന്നും ഇടതുപക്ഷ സഹയാത്രികൻ ആരും നൽകിയിട്ടില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത്. സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും. പീഡിപ്പിക്കുന്നതിന് പൈസ തരാമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കയ്യിൽ കയറി പിടിച്ചു കയ്യിൽ തിരിച്ചുകൊണ്ട് കാശ് തരാമെന്ന് പറഞ്ഞേ. എനിക്ക് ഉറപ്പുണ്ട്. റിവൈൻഡ് ചെയ്ത് കേൾക്കൂ. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ഉറപ്പുവരാം. അല്ല, അനാവശ്യമായ വ്യക്തിപരമായ തർക്കം ഈ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിലെ കയ്യിൽ കയറി പിടിച്ച് തിരിച്ചുകൊണ്ട് കാശ് തരാമെന്ന് പറഞ്ഞു. ഞാൻ തർക്കിച്ചില്ല. ആ സ്ത്രീയല്ലേ എന്നോട് ചോദിക്കുമ്പോൾ അവരല്ലേ സംസാരിക്കുന്ന അഭിലാഷ്? ശരി, ഇതൊരു ചർച്ചയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദ്യവും പറച്ചിലും ഒക്കെ വേണമല്ലോ. സ്വാഭാവികമായിട്ട് ഒരു ചർച്ചയാകുമ്പോൾ രണ്ടുപേരും ഒന്ന് ക്ഷമിക്കൂ. ഈ പെൺകുട്ടിയുടെ അച്ഛനോട് തന്നെ ചോദിക്കാമല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാൻ കേട്ടത് എന്തായാലും അവിടെ ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ അച്ഛൻ പറയൂ, ഇത് സ്നേഹപൂർവ്വം എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ബി.ജെ.പിയിലൊന്നും പോവണ്ട, ഞങ്ങള് സഹായിക്കാം എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞതിനെ വളച്ചൊടിച്ചതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതോ ആണോ? അതിനുശേഷം കയ്യിൽ കയറി പിടിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെയാണോ സംഭവം? അങ്ങനെ മകൾ എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ കേട്ടില്ല, താങ്കൾക്ക് പറയാം. സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇതുവരെ NCP-ക്കാർ പറഞ്ഞത് പത്മാകരനും ഞാനും ഒരു പാർട്ടിക്കാരാണ്, ഒത്ത് പ്രവർത്തിക്കുന്നവരെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മകള് BJP-ക്കാരിയാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഭാര്യ ഈ പാർട്ടി പ്രവർത്തിക്കുന്നവളാണ്, അപ്പൊ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളറിയാതെ എന്റെ മകളെ കയ്യിൽ കയറി പിടിച്ചിട്ടാണോ ചോദിക്കേണ്ടത് സാമ്പത്തിക ബുദ്ധിമുട്ട്? അപ്പം അതങ്ങനല്ല. എന്റെ മകള് കൈക്ക് പിടിച്ചിട്ട് പറയുന്നത് BJP-യിൽ കാശിന് വേണ്ടിയാന്ന് പോയാൽ അതിൽ കൂടുതൽ തരാമെന്നാണ്. അതിൽ എങ്ങനെയാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനൊരു വളച്ചുകെട്ട് ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു നല്ല സദുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അദ്ദേഹം ഞാൻ ഇവിടെ ഇല്ല, ശരി, ഓക്കെ, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ഭാര്യയുടെ അടുത്താണ് ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ, ഞാൻ സഹായിക്കണമെന്ന്. അതല്ല ഇവിടെ നടന്നത്. അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കണ്ട. അതല്ല നടന്നത്. എൻ്റെ മകളെ കൈക്ക് കയറി പിടിച്ചിട്ട് പറയുന്നത് BJP-ക്കാർ തരുന്നതിൽ കൂടുതൽ കാശ് ഞാൻ തരാമെന്നാണ്. അതാണ് പറഞ്ഞത്. ശരി, അതാണ് വ്യക്തം. അഡ്വക്കേറ്റ് വീണ, എന്താണ് ഈ കാര്യത്തിൽ തോന്നുന്നത്? ഇതിൽ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരോ നേതാക്കളോ ഒക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം. പക്ഷേ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തന്നെ അവരുടെ സാമൂഹിക ഇടപെടലുകൾ ഇത്രയും സ്ത്രീവിരുദ്ധമായിട്ടാണോ നടത്തേണ്ടത് എന്നൊരു വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ, അതും മഹിളാ കോൺഗ്രസിന്റെ NCP-യുടെ വനിതാ വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ മകൾക്ക് തന്നെ ഇങ്ങനൊരു അനുഭവം വരുന്നു. അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് പലയിടത്തും എന്നൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ടോ? തീർച്ചയായും ആ ചോദ്യത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും ബഹുമാന്യനായ മാത്യു ജോർജ് ഇവിടെ സംസാരിച്ച അദ്ദേഹത്തിന്റെ പ്രതികരണവും അദ്ദേഹത്തെക്കുറിച്ച് ഇരയായ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയത്, നമ്മുടെ നാട് ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ കമ്മീഷൻ പ്രഹസനങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം
ഇവിടെ ഇരയുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു കമ്മീഷന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക, അല്ലെങ്കിൽ ആ നീതിയുടെ വഴിക്ക് പോകുന്നതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറയുന്ന വളരെ പരിതാപകരമായിട്ടുള്ള, സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ കമ്മീഷനായി ഇരിക്കുന്ന അദ്ദേഹം പോലും വേട്ടക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ചിന്തിക്കുകയും, നമ്മൾ സാധാരണ ഒരു ഇംപാർഷ്യൽ ആയിരിക്കണം എപ്പോഴും കമ്മീഷൻ എന്ന് പറയുമോ അല്ലെ, നാച്ചുറൽ ജസ്റ്റിസ്, രണ്ട് സൈഡും ഓഡിയോ ഓൾട്ടറും പാർട്ടി രണ്ട് സൈഡിനെയും കേട്ടിട്ട് വേണം. പക്ഷേ ഇവിടെ ഈ ഒരു കമ്മീഷൻ വളരെ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും റിപ്പോർട്ട് പോലും തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അതാണ് ഇതിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. വളരെ സങ്കടകരം. രണ്ടാമത്തെ കാര്യം, അങ്ങ് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഏത് വിഷയം വന്നു കഴിഞ്ഞാലും പ്രതികരിക്കുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷനോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയോ SFIയോ ഒന്നും ഈ വിഷയത്തിൽ ഈ നിമിഷം വരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. ഇനി NCPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ പോയ മഹിളകളുണ്ടല്ലോ, അവര് പോലും ഈ വിഷയത്തെക്കുറിച്ച് തന്റെ ഒരു സഹപ്രവർത്തകയുടെ മകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺട്രവേഴ്സി പറഞ്ഞ് ജില്ലാ പ്രസിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സംവിധാനം പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ എപ്പോഴും കമ്മ്യൂണിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഹാവ്സ് ഹാവ് നോട്ട്സിനെ കുറിച്ചാണല്ലോ അടിസ്ഥാനപരമായി പഠിക്കുന്നത്. ഈ NCPയിലും LDFിലും CPMലും ഒക്കെ ഇപ്പോ ഈ ഒരു ഹാവ്സും ഹാവ് നോട്ട്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആദ്യം അത് ഫില്ല് ചെയ്തിട്ട് വേണം ഇവർ ശരിക്കും എന്താണ് ഇവർക്കിടയിൽ നടക്കുന്ന, സ്ത്രീകൾക്കിടയിൽ നടക്കുന്ന നീതി നിഷേധത്തെ ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്തിട്ട് അതാണ് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട്. ശ്രീമതി TP സിംഗ്, BJP ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണോ നിയമ വിഷയമായിട്ടാണോ കാണുന്നത്? ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് നിയമസഹായം, അതിനു വേണ്ടുന്ന പിന്തുണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതിനപ്പുറത്ത് ഇതൊരു തെരുവ് സമരം എന്നുള്ള നിലയിൽ മാറ്റാനാണോ BJP ഉദ്ദേശിക്കുക? ഇത് രാഷ്ട്രീയ വിഷയവും ഒപ്പം നിയമ വിഷയവും തന്നെയാണ് അഭിലാഷ്. ഇതിലെവിടെയാണ് രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഒരു മന്ത്രി ഉൾപ്പെട്ട വലിയൊരു പ്രശ്നം, NCP നേതാവിന്റെ മകൾക്കുണ്ടായ ഒരു പ്രശ്നം, അദ്ദേഹം ഇവിടെ എത്ര ധാർമ്മികതയോടെയാണ് വീണ്ടും വീണ്ടും തന്റെ മകൾക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമത്തെക്കുറിച്ച് പറയുന്നത്. അതിനെയൊക്കെ ചവിട്ടിത്തേക്കുന്ന രീതിയിൽ ഒരല്പമെങ്കിലും മനുഷ്യൻ സംസാരിക്കുന്നതിന് വിലയെങ്കിലും കൊടുക്കണ്ടേ? അതില്ല. ആയുധം തങ്ങൾക്ക് നേരെയാണ് വരുന്നതെന്ന് അറിയുമ്പോൾ ഏതു രീതിയിലെയും അതിനെ പ്രതിരോധിക്കുവാനായിട്ട് എതിരാളികളെ അല്ലെങ്കിൽ എതിർവശത്ത് നിൽക്കുന്നവരെ തച്ചു തകർക്കുന്ന രീതിയില്ലേ ഈ ഇടതുപക്ഷ സഹയാത്രികൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ ഈ രീതി? NCPയും അത് തന്നെയല്ലേ പിന്തുടർന്നു പോരുന്നത്? ഇവിടെ മിസ്റ്റർ തോമസ് പറയുന്നത് പോലെ വളരെ നയപരമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കാണുന്ന കാപട്യം എന്താണ്? എവിടെ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നു? കുടുംബത്തിന് നീതി ലഭിക്കുന്നു? എവിടെ നീതി ലഭിക്കുന്നു? എവിടെ നീതി ലഭിക്കുന്നു? ഒരിടത്തും നീതി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഭിലാഷേ അതുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ശരാശരി കേരളത്തില് NCRBയുടെ റിപ്പോർട്ടാണ്, ശരാശരി കേരളത്തിൽ 1444 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുവെന്ന് NCRB പറയുമ്പോൾ ഇതിൽ വെളിച്ചം കാണാതെ പോകുന്ന കേസുകൾ ഉണ്ട് എന്ന് ഞാൻ തെളിവ് സഹിതം അഭിലാഷിനോട് പറഞ്ഞു തരാം. പോലീസിന്റെ ഇടപെടൽ മൂലം, രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ മൂലം പോക്സോ കേസുകളൊക്കെ ഉൾപ്പെടെ തെളിവ് വെളിച്ചം കാണാതെ പോകുന്ന കേസുകളുണ്ട്. ഇവിടെ എന്ത് ധാർമ്മികതയായി സർക്കാർ പറയുന്നത്? ഒരു പെൺകുട്ടി പരാതി പറയുകയാണ്, അതൊന്ന് ഗൗനിക്കാൻ, ഒന്ന് കണക്കിലെടുക്കാൻ ഒരു നിമിഷം തയ്യാറാകുന്നതിന് പകരം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇവിടെ സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളുമായി വരുമ്പോൾ അവളുടെ സദാചാരത്തെയും അവളുടെ മൊറാലിറ്റിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, ആ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഇത്തരം ശരിയല്ല. പണ്ട് ഏതോ കേസുണ്ടായോ, വേറെ ഏതെങ്കിലും കേസുണ്ടോ? ഇതൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടിയിണക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ശരി, ഓക്കെ, വ്യക്തമാണ്. ശ്രീ മാത്യൂസ് ജോർജ്, ഇപ്പോ ഒരു പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ആണെങ്കിൽ നീതിപൂർവകമായി അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നീതി കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. ഇവിടെ മന്ത്രി ശശീന്ദ്രനെയും അതുപോലെ തന്നെ പത്മാകരനെയും സംരക്ഷിക്കുക എന്ന ദൗത്യത്തിലാണോ ഈ അന്വേഷണ കമ്മീഷൻ? വെറും പ്രഹസനമാണോ? വിശ്വാസമില്ല എന്നതായി ഇപ്പോൾ ഈ നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റും അതുപോലെ തന്നെ മഹിളാ വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റും തന്നെ പറയുന്നതാണ് നമ്മൾ കേട്ടത്. പെട്ടെന്ന് ഒരു മിനിറ്റ്. ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങൾ ഈ പെൺകുട്ടിയുടെ പിതാവ് ഞങ്ങളുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ പത്മാകരൻ സ്ത്രീ ഉപദ്രവിച്ചു എന്നുള്ള യുവതിയുടെ പരാതി വന്നപ്പോൾ അത് എന്തുകൊണ്ട് വൈകി വന്നുവെന്നും ഈ വാട്സാപ്പ് വിവാദത്തോടൊപ്പം കൂട്ടിച്ചേർത്ത ഒരു കേസാണോ എന്നൊരു സംശയം ഞങ്ങളൊക്കെ പ്രകടിപ്പിച്ചതാണ്. പക്ഷെ അവർ ആ കേസിൽ ഉറച്ചു നിന്നപ്പോൾ ഒരിക്കലും
ഒരു ഘട്ടത്തിൽ പോലും ആ യുവതി കൊടുത്ത കേസിന്റെ ഒരു സാങ്കത്യമോ അതിന്റെ നിയമവശങ്ങളോ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പത്മാകരൻ എന്തെങ്കിലും ആ കുട്ടിക്കെതിരെ അതിക്രമം ചെയ്തിട്ടില്ലെങ്കിൽ നിയമ സംവിധാനത്തിലൂടെ അത് കണ്ടുപിടിക്കട്ടെ. അതിന് ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾ എതിര് നിന്നിട്ടില്ല. ഈ വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചതെന്ന് പറയുന്നത് വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയാസിലുണ്ട്, നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ട്. അത് തെറ്റാണെന്ന് കാട്ടി ഞങ്ങൾക്ക് യാതൊരു അതാണ് NCPയുടെ അന്വേഷണ കമ്മീഷൻ നിലപാട്. വളരെ നന്ദി സാർ. ഒപ്പം പെൺകുട്ടിയുടെ അച്ഛനും ശ്രീമതി വീണ നായർക്കും റെജി ലൂക്കോസിനും TP സിന്ധു മോൾക്കും നന്ദി.